സൃഷ്ടിച്ചുണ്ടാക്കി തരേണ്ട പണി അള്ളാഹ്ക്കല്ലേ പറ്റുള്ളൂ, ഈശ്വരനല്ലേ പറ്റുള്ളൂ. അതാണ് ഇവിടെ ഇതുപോലുള്ള ആളുകളെ കാണാൻ. ഇതാണ് ദൈവദർശകർ എന്ന് പറയും. ദൈവദർശകർ അതാണ് ഈശ്വരന്മാർ. തപസ്സിലൂടെ അതാണ് കൃഷ്ണനും രാമനും മുഹമ്മദും ഇറാഖോയിലുണ്ടായിരുന്നു. അതാണ് യേശുവും, അതാണ് ബുദ്ധനും മരച്ചോട്ട് ജ്യോതി വൃക്ഷച്ചോട്ടിൽ ഇരുന്നിട്ട് എല്ലാം ഇതായത് രാജാവായ ബുദ്ധൻ എന്ന പോലെ മുഹ്യിദ്ദീൻ 25 കൊല്ലം ഏകാന്തവാസത്തിലായിരുന്നു. അതുപോലെ അള്ളാഹുവിലേക്ക് ഈശ്വരനിലേക്ക് ചെന്ന് ഞാൻ എന്ന ഒന്നില്ലാതെ എല്ലാം പോയി ഏകാന്തതയിലൂടെ പ്രപഞ്ച പരമാത്മാവിലേക്ക് ശൂന്യതയിലേക്ക് ചെന്ന് അതിൽ നിന്ന് രണ്ടാം അറി രൂപപ്പെട്ട് ഉണ്ടായി വരുന്നതാണ് അള്ളാഹു കൊണ്ടുവന്ന്, ഈശ്വരൻ കൊണ്ടുവന്നത് ഞാൻ കാണിച്ചും അറിയിച്ചും കൊണ്ട് നിങ്ങൾക്ക് ലോകത്തിനും ഇരിക്കുന്നത്. ഞാനൊരു പണ്ഡിതനല്ല, ഞാൻ പലപ്രാവശ്യം പറഞ്ഞു പറയണോ, ഞാനൊരു ഷെയ്ഖല്ല. ഇവന്മാരല്ല, വലിയല്ല, മുർഷിദല്ല, സൂഫിയല്ല, ഈ സൂഫിയല്ല. ഞാൻ ആ ഇബ്രാഹിം നബിയെ പോലെ, ആ മുഹമ്മദ് റസൂലുള്ളാഹിനെ പോലെ, ആ മുഹ്യിദ്ദീനെ പോലെ, ആ കൃഷ്ണനും രാമനും ബുദ്ധനും ഇതുപോലെ ആ പ്രപഞ്ച യാഥാർത്ഥ്യത്തിലേക്ക് ചെന്ന് പ്രപഞ്ച യാഥാർത്ഥ്യമായ നിങ്ങൾ എന്ത് വിളിക്കും, ഈശ്വരനെന്നോ ദൈവമെന്നോ ഭഗവാനെന്നോ അള്ളാഹു എന്നോ ഖുദാ എന്നോ എന്ത് വിളിക്കും, അവനാണ് ഇവൻ ഈ ശരീരത്തെ സൃഷ്ടിച്ചതും ഈ ശരീരത്തിൽ ശ്വസനത്തിലൂടെ പ്രവേശിച്ചുകൊണ്ട് നിലനിന്ന് പ്രവർത്തിച്ചു പോരുന്നതും ആ പ്രപഞ്ചനാഥനാണ്. അല്ലേ അബ്ബാസേ?